ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തത്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഇവിടെ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാൻ പോകുന്നു. പിന്നെ ഒരു ചമ്മന്തിക്കറി, തേങ്ങ അരച്ചിട്ട് ചമ്മന്തി കറിയായിട്ട് ഇഡ്ഡലി കഴിക്കാൻ ചമ്മന്തിക്കറി ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ സാമ്പാറാണ് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഐറ്റം ക്യാൻസൽ ചെയ്തിട്ട് സാമ്പാറും ഇഡ്ഡലിയും അത് മാത്രമായിരിക്കും. അപ്പോൾ സാമ്പാർ വെക്കാത്തപ്പോഴാണെങ്കിൽ ഇഡ്ഡലിയുടെ കൂടെ ചമ്മന്തിക്കറി മാത്രമേ ഉള്ളെങ്കിൽ ചോദിക്കും എന്താ തക്കാളി ചട്നി ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് പിന്നെ ഇന്നിപ്പം തക്കാളി ചട്നിയും കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളതല്ല ഈ തക്കാളി വെച്ചിട്ടുള്ളൊരു ചട്നി. അപ്പം ആദ്യം നമ്മൾ പൊട്ടുകടല, സവോള എല്ലാം ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് തക്കാളി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഒന്ന് വഴറ്റിയൊക്കെ എടുത്തിട്ടാണ് പിന്നെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മളത് പിന്നെ അരച്ചൊക്കെ എടുക്കുകയാണ് കേട്ടോ. നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഡലിയും ചമ്മന്തിയും ഒക്കെ റെഡിയായി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ഇനി എന്ത് കറി വയ്ക്കും എന്നുള്ളതാണ്. അപ്പം ഇന്നിപ്പം നമ്മുടെ റോഡിലൊന്നും വന്നൊന്നുമില്ലായിരുന്നേ. പിന്നെ തീരെ പൊടിമീൻ തരമാണ് വന്നത്. അപ്പോൾ അതൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. അപ്പം മോനിന്ന് വറുക്കുമില്ല. അപ്പം രണ്ടുപേരും കൂടെ ഇന്ന് ഇതൊരു ഞായറാഴ്ചത്തെ വിശേഷമാണ് കേട്ടോ. കാര്യം ഇത് ലേറ്റായി പോയി ഇതിടാനായിട്ടേ. അപ്പോൾ ഞായറാഴ്ച ആയപ്പോഴത്തേക്ക് വർക്കില്ലാത്ത ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുന്നത് ഇട റൂട്ട് വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു തട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മീൻ വാങ്ങാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നോക്കട്ടെ എന്നൊക്കെ രണ്ടുപേരും പറയുന്നുണ്ട്. നമുക്ക് സംശയമാണ്, ഇന്ന് ഞായറാഴ്ചയല്ലേ. പിന്നെ ഇന്ന് ചേട്ടായിയും കൂടെ ഉണ്ടെങ്കിലേ വല്ല ഇതുപോലൊക്കെ ചിക്കനൊക്കെ വാങ്ങിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ വരുമെന്നൊക്കെ പറയുമ്പോഴൊക്കെ ചിക്കൻ വാങ്ങാറുള്ളൂ കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാറൊന്നുമില്ല. നമ്മൾ ഈ പച്ചക്കറി എന്ത് വെച്ചാലും നമുക്ക് അത് ഉച്ചയ്ക്ക് തന്നെ തീർന്നു പോകും. പിന്നെ വൈകിട്ടത്തേക്ക് മാറ്റി വെക്കാമെന്ന് വെച്ചെന്ന് ഉണ്ടാകത്തില്ല. മീൻകറി ആണെങ്കിൽ നമുക്ക് 2 നേരവും കൂടെ എടുക്കുകയും ചെയ്യാം. കറി വെച്ച് കഴിഞ്ഞെന്നാൽ ഉച്ചയ്ക്കും എടുക്കാം. പിന്നെ വൈകിട്ട് രാത്രിയിൽ ഇപ്പോൾ ചോറാണെങ്കിൽ അതിൻ്റെ കൂടെയും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എന്തെങ്കിലും കറി ഉണ്ടാക്കിയിട്ട് പിന്നെ വൈകിട്ട് ജോലിയൊന്നും ചെയ്യണ്ടല്ലോ. ഒറ്റ ജോലി ഉച്ചയ്ക്ക് ചെയ്താൽ പിന്നെ നമുക്ക് എല്ലാം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അവർ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്നപ്പം മത്തി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. നല്ല ഫ്രഷ് മത്തിയായിരുന്നു. അപ്പോൾ തോരനുള്ളതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. പയറായിരുന്നു, പയർ തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കറി ഉണ്ടാക്കി വെച്ചത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഞാൻ പിന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർത്ത് അതെടുത്ത് വയ്ക്കാമെന്ന്. പക്ഷെ ഞാൻ അന്നേരം ഫോൺ കൊണ്ടുവന്ന് ചാർജ് ചെയ്യാനിട്ടിരിക്കുമായിരുന്നേ. ആ സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ചോറ് വെന്തപ്പോൾ ഞാനതൊന്ന് അടച്ചിടാനായിട്ട് പോവുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മീൻ മത്തിയാണ് കിട്ടിയത്. അപ്പോൾ അതിനി നമുക്ക് തേങ്ങ അരച്ചിട്ട് തന്നെ കറിയാക്കാൻ പിന്നെ. അപ്പോൾ മാങ്ങ ഇരിപ്പുണ്ട്. മാങ്ങ ഇട്ട് കറി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. മത്തി മാങ്ങയും കൂടെ വെക്കാൻ നല്ല ടേസ്റ്റല്ലേ. മാത്രമല്ല നമ്മളിപ്പോൾ കൂട്ടിയില്ലെങ്കിലും ഇപ്പോൾ ചാറാണ് കൂട്ടണമെങ്കിലും അതിൻ്റെ കൂടെ മാങ്ങ കഷ്ണം കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പലഞ്ഞീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചക്കക്കുരു മെഴുക്ക് പുരട്ടിയായിരുന്നേ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഉണക്കിയെടുത്തില്ലേ, ആ ചക്കക്കുരുവാണേ. അപ്പോൾ മാങ്ങ മീനിൻ്റെ കൂടെ തന്നെ ഇടിയണം കേട്ടോ. മത്തിക്ക് അങ്ങനെ ഒരുപാട് വേവുള്ള മീനൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ ആ മാങ്ങയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം മത്തിയുടെ കൂടെ തന്നെ ഇട്ടിട്ട് അരപ്പും കൂടെ ഒഴിച്ച് കൂട്ടി വെക്കുകയാണേ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പുമൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ കുടംപുളി ഇനി ഇടത്തില്ല കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് കുടംപുളി ഇതിൻ്റെ കൂടെ ആവശ്യമില്ല. അപ്പോൾ ഇനി തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ അല്പം ഒഴിച്ചു കൊടുക്കുവേ. അപ്പോൾ നമുക്ക് കറി പറ്റി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റിലിരിക്കും. നല്ല കറിയായിരുന്നു കേട്ടോ, മത്തി മാങ്ങയും കൂടെ വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്ത്. അങ്ങനത്തെ ആ പലഞ്ഞ് ഞാനത് റോസ്റ്റ് ചെയ്യാനായിട്ട് വറുക്കാൻ വേണ്ടി ഇട്ടതാണ്. ഇത് ചോറ് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് ഉണ്ടാകത്തില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ അതൊക്കെ തീരും. അത് വെച്ചുകൊണ്ടിരിക്കാനൊരു ക്ഷമയില്ലാത്തത് കൊണ്ട് അത് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ടേ. പിന്നെ ഞാൻ അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കറിയൊക്കെ ഒന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ മോൾ ഇന്ന് പോയിട്ടില്ല. ഞങ്ങൾ 4 പേരും ഉണ്ട് ഇന്നിവിടെ. ചോറ് കഴിക്കാൻ എല്ലാവരും ഉണ്ടാവുമല്ലോ. പിന്നെ ഇന്നിപ്പോൾ കാലാവസ്ഥ വളരെ മോശമായിരുന്നു കേട്ടോ. മഴയായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ ഇന്ന് പുറത്തെ പണികളൊന്നും നടന്നൊന്നുമില്ല. വെയിലെറിച്ചിട്ട് വേണം അവിടെയൊക്കെ ഒന്ന് തൂത്തിടാൻ. അത് ഉച്ച കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ
ഊണ് കഴിക്കണം കേട്ടോ. 4 പേരും കൂടെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ 1-2 മോളാണെങ്കിൽ പിന്നെ മാസത്തിലിപ്പം അവൾക്ക് 3-ാമത്തെ ശനിയാഴ്ച മാത്രമേ ക്ലാസ് ഇല്ലാതെ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ ഞായറാഴ്ച ദിവസം മാത്രമേ വീട്ടിലുണ്ടാകത്തുള്ളൂ. യാത്രയൊക്കെ ഭയങ്കര പാടാണ്. കടവന്ത്ര വരെ പോവുകയെന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോക്ക് വരവൊക്കെ. പിന്നെ 6 മാസത്തെ കോഴ്സല്ലേ, അപ്പോൾ എന്തായാലും അതുവരെ ക്ഷമിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഫുഡിൻ്റെ കാര്യമാണ് മെയിനായിട്ടുള്ളത്. ചോറ് കൊണ്ടുപോയി അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ അതേ അതിനിടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ അവൾ നേരത്തെ മുടി വെട്ടിയിട്ടത് പിന്നെ നീളം കുറഞ്ഞോ എന്ന് എനിക്ക് സംശയം കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, നീ വീണ്ടും മുടി വെട്ടിയോ എന്ന്. അപ്പോൾ പറഞ്ഞു ഇല്ല, അത് അത്രേ ഉണ്ടായിരുന്നുള്ളെന്ന്. അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ചോറൊക്കെ കഴിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ക്ലീൻ ആക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ അത് അവർക്ക് കഴിക്കാനായിട്ട് വൈകിട്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, വീഡിയോ എടുത്തുമില്ലായിരുന്നേ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കോളിഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞാനിത് എടുക്കണമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരുന്നിട്ട് പിന്നെയും മറന്നുപോയി. അപ്പോൾ ഇതേ വൈകുന്നേരം സമയമായപ്പോൾ നല്ലൊരു മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്നപ്പോഴത്തേക്ക് വീഡിയോ എടുത്തതാണ്. പിന്നെ കോളിഫ്ലവർ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്കിട്ട് കോരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മസാലയൊക്കെ തേച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെയൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നിങ്ങളും ബോറടിപ്പിക്കണം ശരിയല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ള. അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.